ഇടുക്കിയിലും ഇരട്ട വോട്ട് ആരോപണം ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് KPC മീഡിയ വക്താവ് സേനാപതി വേണുവിന്റെ ആരോപണം. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചതാണ് തമിഴ്നാട് സ്വദേശികളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടി അവിടെ ചെയ്തിരിക്കുന്ന രീതി എന്നതാണ് ആരോപണത്തിലുള്ളത്. ജെയിനസ് രാജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ആ പ്രതികരണം. ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 10,000-ലധികം ആളുകൾക്ക് രണ്ട് സംസ്ഥാനത്തും വോട്ടുകളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസമില്ല, റേഷൻ കാർഡില്ല, മറ്റ് യാതൊരുവിധ രേഖകളും ഇല്ലാത്തവരെ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ആ സർട്ടിഫിക്കറ്റുകളുടെ മറവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ്. ആരോപണമാണ് ഇടുക്കിയിലും ഉണ്ടാകുന്നത്. ജെയിനസ് രാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളെ ഇവിടെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. അവർ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും അവരുടെ സംവിധാനാവകാശം വിനിയോഗിക്കേണ്ടത്. പക്ഷേ വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി 10,000-ഓളം വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ ഗൗരവതരമായ ആരോപണമാണ്. രതീഷ്, ഈ ആരോപണത്തിന് ഏതാണ്ട് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും ഉടുമ്പൻചോലയിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇരട്ട വോട്ട് എന്നൊരു ആക്ഷേപം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2 വാർഡുകൾ, ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകൾ, അത് 12, 6 വാർഡുകളിൽ ഒരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ 211 പേരാണ് ഇരട്ട വോട്ടുള്ളതായി കണ്ടെത്തിയത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുകയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നൊരു സൂക്ഷ്മ പരിശോധന നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് 115 പേർ നേരിട്ട് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹാജരായി. ഇതിൽ 30 പേർ തങ്ങളുടെ വോട്ട് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സമ്മതപത്രം നൽകി. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ കേരളത്തിൽ തന്നെ വോട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് തന്നെ ഇത് ഇലക്ഷൻ കമ്മീഷൻ അടക്കം പരിശോധിച്ചതാണ്. ആ ആരോപണം തന്നെയാണ് വീണ്ടും കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അത് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആരോപണം തന്നെയാണ്. കാരണം ഇതൊരു അതിർത്തി മേഖലയാണ് ഉടുമ്പൻചോല എന്ന് പറയുന്നത്. തോട്ടം തൊഴിലാളികൾ കൂടുതലുള്ള പ്രദേശമാണ്. തോട്ടം തൊഴിലാളികൾ പ്രധാനമായും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പം അങ്ങനെ എത്തുന്ന തൊഴിലാളികളെ CPM ബോധപൂർവം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നൊരാക്ഷേപമാണ് കോൺഗ്രസ് കാലകാലങ്ങളായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നത്. 215 പേരാണെങ്കിലും അത് ഇരട്ട വോട്ടാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ 2 വാർഡുകളിൽ മാത്രമല്ല, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് 10,000-ഓളം വോട്ടർമാർ ഇത്തരത്തിൽ ഇരട്ട വോട്ടുള്ളവരാണ് എന്നൊരു ആക്ഷേപമാണ് സേനാപതി വേണു ഉന്നയിക്കുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ 10,000-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ട്. അത് CPM-നെതിരായ ആരോപണമാണ് ഇടുക്കിയിൽ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ജെയിനസ് രാജുവാണ് ആ വിവരങ്ങൾ നൽകിയത്.